കൂട്ടുകാരെ, ഇതാണ് മാജിക് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ടാൻ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റുന്ന ഒരു പാക്ക്. അതായത് നമ്മുടെ സ്കിന്നിലേക്കുന്ന കരിവാളി മാജിക് പാക്ക് ആണ് പറയുന്നത്. എന്തായാലും നമുക്കത് തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, ടാൻ എന്നിവയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതിനുശേഷം ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ്, അതായത് ചണവിത്തുണ്ടല്ലോ, അതിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. ചണവിത്തിനകത്ത് കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടാതെ നാരുകളുമുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനകത്തുണ്ടാവുന്ന റിങ്കിൾസ് ഒക്കെ മാറ്റാനും ടാൻ റിമൂവ് ആക്കാനും സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 പിഞ്ച്, അതായത് ഇതിന് ചെറിയ രീതി പിച്ചത്തില്ലയോ, ആ ഒരു രീതിയിലുള്ള കറുകപ്പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ സെനമൻ പൗഡർ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കുക. ഇനി അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത കട്ട തൈര് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അത് കുറച്ചും കൂടി തൈര് വേണം എന്ന് തോന്നുന്നു. കുറച്ചും കൂടി നമുക്ക് ആ കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. ഈ പാക്ക് നിങ്ങൾക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു പാക്ക് 1 മിനിറ്റോളം നിങ്ങളുടെ സ്കിന്നിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ കഴുകി നോക്ക്. സ്കിന്നിൻ്റെ ആ ഒരു ടാനൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ കരിവാളിച്ചിരിക്കുന്ന സ്കിന്നിൽ നിന്ന് കരിവാളിപ്പൊക്കെ മാറ്റി സ്കിൻ തിളങ്ങുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു പാക്ക് റെഗുലറായി നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ എത്ര വെയിലത്ത് പോയാലും സൺസ്ക്രീം ഇടാതെ പോയാലും നിങ്ങളുടെ സ്കിൻ ഒരു രീതിയിലും കരിവാളിക്കാതെ സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫേസിലും ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റോളം നമ്മൾ വെക്കേണ്ടതാണ്. 3 മിനിറ്റിന് ശേഷം നിങ്ങൾ സ്കിന്നിൽ നിന്ന് തുടച്ച് നോക്കുമ്പോൾ കാണാം സ്കിന്നിൽ നിന്ന് ആ ഒരു കരിവാളിപ്പും ടാനുമൊക്കെ തുടച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 മിനിറ്റോളം ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താലോ. 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള മാറ്റം എന്നെപ്പോലും ഞെട്ടിച്ച്. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് ഇതേ രീതിയിൽ മാറ്റം കാണാൻ സാധിക്കും. അടിപൊളിയാണ് ഈ ഒരു സംഭവം. എന്തായാലും എൻ്റെ കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ ഒരു പാക്കിൽ